കാസർഗോഡ് ചെർക്കള GHSS സ്കൂളിലാണ് കാസർഗോഡ് സബ് ജില്ലാ പ്രവേശനോത്സവം നടക്കുന്നത്. അവിടെ AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ കലാലയമാണിത്. അപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഏതാണ്ട് 3000-ലധികം വിദ്യാർത്ഥികളാണ് ഈ ചേർക്കളം GVHSൽ പഠിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള അധ്യാപകർ പറയുന്നത്. അത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയമാണ് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഇവിടെ ഏതായാലും വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരെ ചിത്രങ്ങളടക്കം വരച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങളിൽ നടക്കുന്നത്. നമ്മളിതാ സ്ക്രീനിൽ കാണുന്നത് പോലെ ചിത്രങ്ങൾ വരച്ച അധ്യാപകർ തന്നെയാണ് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കും. അതിനുശേഷം സംസ്ഥാനതല കലോത്സവത്തിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് ഇവിടെ നടക്കുമെന്നാണ് ഇപ്പോൾ അധ്യാപകർ പറയുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ പരിപാടികൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇതൊരു സെൽഫി പോയിന്റ് ആണ്. ഈ കുട്ടികൾ പുതിയെത്തുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് സെൽഫി എടുക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ കുട്ടികളെ സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും, അവരെ ഇവിടെ കംഫർട്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അധ്യാപകരുടെ ഭാഗത്തും ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അധ്യാപകർ നമ്മൾക്കൊപ്പം ചേർന്നു. അവസാനവട്ട ഒരുക്കങ്ങൾ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ഏതാണ്ട് 9:30 ആവും എന്നാണ് അധ്യാപകർ പറയുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ടീച്ചർമാരും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് നടത്തുന്നത്. ഏതായാലും 85ഓളം വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് ഇന്നും 1ാം ക്ലാസ്സിൽ ചേരാൻ എത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 400-ലധികം വിദ്യാർത്ഥികൾ വിവിധ ക്ലാസ്സുകളിലായി ഈ സ്കൂളിലേക്ക് എത്തുന്നു എന്നാണ് അധ്യാപകർ പറയുന്നത്. എവിടെ വരെ എത്തി ഒരുക്കങ്ങൾ? നമ്മൾ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ 9:15 നമ്മുടെ പുതുതായി ചേർന്ന കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ സ്കൂളിലേക്ക് എത്തിച്ചേരും. ഈ വർഷത്തെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മുടെ GHS ചെർക്കള സെൻറ്ററിൽ സബ് ജില്ലാതല പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. 1938 സ്ഥാപിതമായ ഒരു വിദ്യാലയമാണ്. ഒരു കന്നഡ മീഡിയം സ്കൂളോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ന് 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു വിദ്യാലയമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. ആ ഒരു ബഹുമതി കൂടി നമ്മൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവേശനോത്സവം നമ്മൾ രാവിലെ 9:30 കുട്ടികളെ വരവേൽക്കുന്ന ഒരു പരിപാടിയോട് തുടങ്ങും. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി കുട്ടികളെ വരവേൽക്കും. അതുപോലെ തന്നെ അതിനുശേഷം കുട്ടികളെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ്. അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് ബലൂണും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തും. പിന്നെ ചെറിയൊരു ഉദ്ഘാടന പരിപാടിയാണ്. നമ്മുടെ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന അവരുകൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കോമഡി ഉത്സവം ഫ്രെയിം സുനിൽ കണ്ണൻ നയിക്കുന്ന ഒരു നാട്ടരങ്ങ് എന്ന് പറയുന്ന കുട്ടികളെ ഒന്ന് എൻജോയ് ചെയ്യിക്കാനുള്ള ഒരു പ്രോഗ്രാം ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നിൽ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിക്കുന്ന ബാഗുകൾ, അതോടൊപ്പം തന്നെ കുടകൾ, പുസ്തകങ്ങൾ ഒക്കെ വിതരണം ചെയ്യുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ചേരാൻ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഡൊണേഷൻ വാങ്ങിക്കൊണ്ട് അവരിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ ഭിന്നമായി പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് ബാഗുകളും അതോടൊപ്പം തന്നെ കുടകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇത് നൽകുന്നു എന്നുള്ള വളരെ സവിശേഷമായ ഒരു കാര്യം. വളരെ സവിശേഷമായ മാതൃകാപരമായ കാര്യങ്ങളാണ് നടക്കുന്നത്. AK അഭിലാഷാണ് ചെർക്കള സ്കൂളിൽ നിന്ന് കാസർഗോഡ് സബ് ജില്ലാ കലോത്സവം നടക്കുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.